ഭഗവത്ഗീത വിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമായ കർമ്മയോഗമാണ് ഇതിൽ വിചാരം ചെയ്യുന്നത്. 2-ാം അധ്യായമായ സാഖ്യയോഗത്തിൽ ഭഗവാൻ ജ്ഞാനത്തിനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ കർമ്മത്തിനെയും പ്രകീർത്തിച്ചു. അർജുനനാകെ ചിന്താക്കുഴപ്പത്തിലായി. അതുകൊണ്ട് ഭഗവാനോട് ചോദിക്കും, ഭഗവാനെ, ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം? ജ്ഞാനമാണ് ശ്രേഷ്ഠമെങ്കിൽ എന്തിനാണ് ഭഗവാനെ എന്നെ ഇത്ര ഘോരമായ ഒരു കർമ്മത്തിലേക്ക് നിയോഗിക്കുന്നത്? ഭഗവാൻ പറഞ്ഞു, കർമ്മം ചെയ്യാതിരിക്കുന്നത്, ഒരു കർമ്മവും സമാരംഭിക്കാതിരിക്കുന്നത്, ഇതൊന്നും മോക്ഷത്തിലേക്കുള്ള മാർഗമല്ല അർജുന. ഈ ലോകത്തിൽ വന്ന ഒരു ജീവി പോലും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ അവയ്ക്ക് സാധ്യമല്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യദേഹ്യ അവശക്കർമ്മ സർവപ്രകൃതിജൈർഗുണൈ. എല്ലാവരും അവശരായി, അസ്വതന്ത്രരായി, പ്രകൃതിക്കടിമപ്പെട്ട് ഇവിടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ. ജ്ഞാനിക്ക് കർമ്മങ്ങളില്ല, പക്ഷെ ജ്ഞാനിയും കർമ്മം ചെയ്യും. ജനക മഹാരാജാവിനെ ഉദാഹരണമായിട്ട് പറയുന്നു ഭഗവാൻ. ജനക മഹാരാജാവ് ജ്ഞാനിയായിരുന്നു, ജീവൻ മുക്തനായിരുന്നു. എന്നിട്ടും അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് പോയില്ല. സ്വധർമ്മമായ രാജ്യഭരണം പൂർണ്ണമായിട്ട് നിർവഹിച്ചു. ഭഗവാനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുന്നു. നമേ പാർത്ഥാസി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. അർജുന, എനിക്ക് ഈ 3 ലോകങ്ങളിലും വെച്ച് ഒന്നും ചെയ്യാനില്ല. എനിക്കൊന്നും നേടാനുമില്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. എന്നിട്ടും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് നീ ചിന്തിച്ചു നോക്കൂ. ശ്രേഷ്ഠന്മാർ ആചരിക്കുന്നതാണ് അനുയായികൾ പിന്തുടരുന്നത്. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതി. ലോകം അംഗീകരിക്കുന്നത് ശ്രേഷ്ഠൻ്റെ പ്രവൃത്തികളെയാണ്. ഞാൻ കർമ്മം ചെയ്യാതിരുന്നാൽ ലോകം എന്നെ അനുകരിക്കും. ഇവിടെ മുതൽ ഭഗവാൻ ഞാൻ എന്ന് പറയുന്നത് ദേവകീ പുത്രനായ ശ്രീകൃഷ്ണനല്ല, പരമാത്മാ അവതാര പുരുഷൻ. കർമ്മം ചെയ്യാതിരുന്നാൽ നാളെ ലോകം പറയും, അവതാര പുരുഷൻ ഒരു കർമ്മവും ചെയ്തിരുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് നീ ആരുടെയും ശ്രദ്ധയെ ഇളക്കരുത്. ആചരിച്ചു കാണിക്കുക, അനുകരണീയനാവുക, സ്വധർമ്മം ചെയ്യുക. ഞാൻ ഇതിനുള്ള എളുപ്പവഴി പറഞ്ഞു തരാം. കർമ്മത്തിൻ്റെ കുരുക്കിൽപ്പെടാതെ, അജ്ഞാന കുരുക്കിൽപ്പെടാതെ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം. മയി സർവാണി കർമാണി സന്യസ്യാത്മചേതസ നിർമ്മമോ നിരഹങ്കാര യുദ്ധസ്വ വിഗതജ്വര. എല്ലാ കർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് ചെയ്യും. നാരായണായേതി സമർപ്പയാമി എന്ന ഭാവനയോടെ ചെയ്യും. ഈശ്വരൻ്റെ കയ്യിൽ ഒരു ഉപകരണമാണ് എന്ന് ഭാവന ചെയ്തുകൊണ്ട് കർമ്മം ചെയ്യൂ. അഹന്തയോ മമത്വമോ കൂടാതെ കർമ്മം ചെയ്യൂ. എഴുന്നേൽക്കൂ, നിന്റെ ഉള്ളിലെ ഈ ജുട്ട് പുകറ്റലൊന്ന് മാറട്ടെ, ഈ ജ്വരം മാറട്ടെ. എഴുന്നേൽക്കൂ അർജുന. ഭഗവാൻ തുടരുകയാണ്. ഇതിനായിട്ട് നീ യജ്ഞഭാവനയോടെ കർമ്മം ചെയ്യണം. യജ്ഞം എന്നത് വൈദികമായ ഒരു വാക്കാണ്. പഴയ കാലത്ത് യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്തിരുന്നു. സമൂഹ നന്മയ്ക്ക്, ലോക നന്മയ്ക്ക്, ഗോക്കളുടെ വർധനവിന്, എല്ലാറ്റിനും വേണ്ടി ഒരു ഗ്രാമം മുഴുവൻ ഒത്തുചേർന്ന് സമർപ്പണത്തോടെ, സഹകരണത്തോടെ, നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്തിരുന്നു. അതായിരുന്നു അന്ന് യജ്ഞം. ഇന്ന് ഭഗവാൻ ഈ യജ്ഞം എന്ന വൈദികമായ വാക്കിന് പുതിയൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. ഫലാപേക്ഷയില്ലാതെ, സഹകരണത്തോടെ, സമർപ്പണത്തോടെ, സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞം തന്നെയാണ്.
അതുകൊണ്ട് നീ യജ്ഞഭാവനയോടുകൂടി കർമ്മം ചെയ്താൽ നിനക്ക് കർമ്മത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് മുക്തനാകാം. അർജുന, നീ ചുറ്റും നോക്കൂ. ഈ പ്രകൃതിയിൽ സർവ്വതും യജ്ഞഭാവനയോടെ തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. പുൽക്കൊടി മുതൽ സൂര്യചന്ദ്രന്മാർ വരെ യജ്ഞസങ്കല്പത്തോടെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് നിനക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നീ എൻ്റെ വാക്കുകൾക്ക് കാതോർക്കുക. ഫലാപേക്ഷയില്ലാതെ ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്താൽ അത് നിന്നെ ഒരിക്കലും ബന്ധിക്കുകയില്ല അർജുന. അതൊരിക്കലും നിനക്ക് പതനത്തിന് കാരണമാവുകയില്ല. പക്ഷേ മറിച്ചാണ് ഒരുവൻ കർമ്മം ചെയ്യുന്നത് എങ്കിൽ അവന് ഒരിക്കലും ശ്രേയസ് ഉണ്ടാവുകയുമില്ല എന്ന് തിരിച്ചറിയണം. ഭഗവാൻ ഒന്നും കൂടി കൂട്ടിച്ചേർത്തു, സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. അർജുനൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ഗുരുക്കന്മാരെ കൊല്ലുന്നതിൽ ഭേദം ഭിക്ഷയെടുത്ത് ജീവിക്കുകയാണ് നല്ലത് എന്ന് അർജുനൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഭഗവാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു, സന്യാസധർമ്മമല്ല ക്ഷത്രിയധർമ്മം. സ്വധർമ്മം അല്പം ന്യൂനതയുള്ളതാണെങ്കിൽ പോലും അത് പരധർമ്മത്തേക്കാൾ ശ്രേയസ്കരമാണ് എന്ന് നീ അറിയണം അർജുന. അപ്പോൾ അർജുനനൊരു സംശയം, ഭഗവാനെ, ഈ ലോകത്ത് എത്രയോ പേര് പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ബലം പ്രയോഗിച്ച് ഉന്തി തള്ളി ചെയ്യിപ്പിക്കുന്നത് പോലെ പാപം ചെയ്യുന്നുണ്ട്, തെറ്റ് ചെയ്യുന്നുണ്ട്. അഥക്കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ. ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് ഇവർ ഈ അധർമ്മം ചെയ്യുന്നത്? ഭഗവാൻ പറഞ്ഞു കൊടുക്കും, കാമയേഷ ക്രോധയേഷ. കാമം, ക്രോധം, ഈ രണ്ട് പ്രബലരായ ശത്രുക്കൾ അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അവർ പാപകർമ്മങ്ങൾ ചെയ്യുന്നത്, തെറ്റുകൾ ചെയ്യുന്നത്, അധർമ്മം ചെയ്യുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രബലനായ ശത്രു കാമമാണ്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ഈ ആഗ്രഹങ്ങൾ ഉദിക്കുന്നത് അജ്ഞാനത്തിൽ നിന്നാണ്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നൽ. വാസ്തവത്തിൽ നാം ശരീരമല്ല, നാം ആത്മാ, അത് പൂർണ്ണനാണ്. പക്ഷേ ശരീരമാണെന്ന് കരുതുമ്പോഴേക്കെല്ലാം വീണ്ടും 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 ആഗ്രഹങ്ങൾ പൊന്തിക്കൊണ്ടേയിരിക്കും. ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൊണ്ടുവന്ന വാസനകൾ ക്ഷയിക്കും, പക്ഷേ പുതിയ വാസനകൾ ആർജിക്കും. അത് പുനർജന്മത്തിന് വിത്തുപാകും. അപ്പോൾ അവിദ്യ, കാമം, കർമ്മം, ജന്മം. അവിദ്യ, കാമം, കർമ്മം, ജന്മം. ഈ ഒരു ദൂഷിത വലയത്തിൽ ജീവൻ ഉഴലും. ഇതിൽ നിന്നാണ് രക്ഷ നേടേണ്ടത്. ഈ അജ്ഞാനത്തിൽ നിന്നാണ് രക്ഷ നേടേണ്ടത്. കാമം, ക്രോധം, ഇവയിൽ ഏറ്റവും പ്രബലനായിട്ടുള്ളത് കാമം തന്നെ എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ശത്രുവിനെ ജയിക്കണം എന്നുണ്ടെങ്കിൽ ശത്രുവിൻ്റെ ഒളിത്താവളങ്ങൾ എവിടെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇവയാണ് കാമത്തിന് ഇരിപ്പിടം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായിട്ട് സമ്പർക്കത്തിലേർപ്പെടുന്നു. അതിൻ്റെ പിന്നിൽ മനസ്സുണ്ട്, അതിൻ്റെ പിന്നിൽ ബുദ്ധിയുണ്ട്. അതിൻ്റെയൊക്കെ ഉറവിടമായിട്ടുള്ള സർവേശ്വരനുണ്ട്, പരമാത്മാ. വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്. മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ബോധസ്വരൂപനായിട്ടുള്ള ആത്മാ, പരമാത്മാ. അർജുന, നീ ആ പരമാത്മാവിനെ അറിയൂ. മനസ്സിനെ അവിടെ കൊണ്ടുവന്ന് ഉറപ്പിക്കൂ. വിവേകത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യൂ. സ്വധർമ്മം അനുഷ്ഠിക്കൂ. നിന്റെ ഉള്ളിലെ പ്രബലനായ ശത്രുവിനെ നീ തിരിച്ചറിയൂ. ആ ശത്രുവിനെ, ആ കാമത്തെ നീ നിന്റെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അറുത്ത് നിഗ്രഹിക്കൂ. ഇതാണ് ഭഗവാന്റെ ആഹ്വാനം. ഓർമ്മിക്കുക, ഭഗവാൻ ദുര്യോധനാദികളെയോ കർണനെയോ ശകുനിയെയോ ഒന്നും കൊല്ലാനല്ല പറയുന്നത്. തൻ്റെ തന്നെ ഉള്ളിലുള്ള ജയിക്കാൻ പ്രയാസമുള്ള
കാമത്തെ നിഗ്രഹിക്കൂ എന്നാണ്. ഇത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. വാസ്തവത്തിൽ നമ്മുടെ ശത്രുക്കൾ വെളിയിലല്ല, നമ്മുടെ അകത്ത് തന്നെയാണ്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം ഇവകളാണ് നമ്മുടെ ശത്രുക്കൾ. ഇവയോടാണ് എതിരിടേണ്ടത്, ഇവയാണ് ജയിക്കേണ്ടത്. ഇവയെ ജയിച്ചു കഴിഞ്ഞാൽ സ്വന്തം കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്ത് അന്ധക്കരണ ശുദ്ധി നേടി നമുക്കും ജ്ഞാനം ലഭിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ വാക്കുകളോടെ 3-ാം അധ്യായമായ കർമ്മയോഗം ഉപസംഹരിക്കുകയാണ്.